കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള 43 ഏക്കർ സ്ഥലം വിട്ടുകിട്ടണമെന്ന വെറ്റിനറി സർവകലാശാലയുടെ ആവശ്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടാനിരിക്കെയാണ് പുതിയ വിവാദം. 50 വർഷത്തിലേറെ പഴക്കമുള്ള അപൂർവ ഇനം പ്ലാവുകൾ ജനിതക ശേഖരത്തിനായി നട്ടുവളർത്തുന്ന ഇടമാണ് വെറ്റിനറി സർവകലാശാല ആവശ്യപ്പെടുന്നത്. 193 പ്ലാവുകളാണ് ഈ സ്ഥലത്തുള്ളത്. വർഷങ്ങളായി തുടരുന്ന ഇരു സർവകലാശാലകളും തമ്മിലുള്ള ഭൂമി തർക്കം ആർക്കും പരിഹരിക്കാനാകാതെ വന്നതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. ഈ മാസം 9-നാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. വെറ്റിനറി സർവകലാശാലയ്ക്ക് അനുകൂല തീരുമാനമുണ്ടായാൽ ജനിതക ശേഖരം ഇല്ലാതാകുമെന്ന ആശങ്കയാണ് പ്രകൃതി സ്നേഹികൾ പങ്കുവയ്ക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനിതക ശേഖരം എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടണമെന്നാണ് ആവശ്യം. ഇക്കാര്യത്തിനായി പ്ലാവ് സംരക്ഷണ കൂട്ടായ്മകളും രംഗത്തെത്തി. ഇത് വെറും മരമല്ല, ഇതൊരു ആവാസ വ്യവസ്ഥ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ കർഷകരുടെയും സമൂഹത്തിൻ്റെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ്. അപ്പോൾ 193 വെറൈറ്റി ഭിത്തിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഈ തൈകൾ സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാർഷിക സർവകലാശാലയുടെ ഗവേഷണങ്ങളുടെ 20% ഇവിടെയാണ്. മണ്ണുത്തിയിലെ വെറ്റിനറി കോളേജിന്റെ സ്ഥലവും കൂടി ചേർത്താണ് 1972-ൽ കാർഷിക സർവകലാശാലയ്ക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ സ്ഥലത്തിന്റെ അവകാശം മാത്രമാണ് ചോദിച്ചതെന്നും മരങ്ങൾ മുറിക്കുന്ന കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ വ്യക്തമാക്കിയത്. വിഷയം മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായില്ല. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.